Hi dears, assalamu alaikum. Welcome back to our channel FireFly. ഇന്ന് നമുക്കൊരു കുഞ്ഞു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അതാ ഇതിൽ കാണുന്നില്ലേ, ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടത് എന്തൊക്കെയാന്ന് ഞാൻ പറയാം കേട്ടോ. നമുക്ക് ഈ ടൈപ്പിലുള്ള സ്പോഞ്ച് വേണം. പിന്നെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന ഒരു സോക്സ് ക്ലോത്ത് ഇല്ലേ, ഇതിൽ കാണുന്ന ഇതുപോലത്തെ ക്ലോത്ത് വേണം. ഇത് ഞാൻ യെല്ലോയും ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മാർക്കർ പെന്നാണ്, ഒരു ബ്ലാക്ക്, സ്കെച്ച് പെന്നായാലും കുഴപ്പമില്ല. പിന്നെ നൂല് വേണം, പിന്നെ കട്ടിംഗ് ബ്ലേഡ് വേണം, ഫ്ലോറൽ ടാപ്പ് ഗ്രീൻ വേണം. ഓക്കെ, നമുക്ക് ഈ സ്പോഞ്ച് എടുത്തിട്ടൊന്ന് എങ്ങനെ ഇതിൽ കാണുന്നില്ലേ ഇത്രയും മെഷർമെന്റിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് പ്രത്യേകിച്ച് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. ഏതാണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് വീതിയായിട്ടല്ലേ കിട്ടുക, അപ്പം അതിൻ്റെ സെൻറ്ററും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള പീസ് കിട്ടും. ഇങ്ങനത്തെ പീസാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമ്മൾ ഈ ഓരോ പീസിൻ്റെ ഈ കോർണറില്ലേ, 4 കോർണർ വരില്ലേ, അവിടെ ഇതാ ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ സ്ലോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം ഞാനിതാ ഇവിടെ 4 വശവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാനിവിടെ ഇതാ എല്ലാ സ്പോഞ്ചും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഗ്രീനും കൂടി എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു കട്ട് ചെയ്ത് വെച്ച സ്പോഞ്ച് എടുത്തിട്ട് അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് അവിടെ ഒരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അതിങ്ങനെ കുറച്ച് ചുറ്റിയിട്ട് ഒന്ന് നോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ബാലൻസ് നൂല് കട്ട് ചെയ്യാം. ഇനി സോക്സ് എടുക്കുക. എന്നിട്ട് ഈ സ്പോഞ്ചിനെ ഒന്ന് കവർ ചെയ്യാം. സ്പോഞ്ച് കവർ ചെയ്യുമ്പോൾ അത് ഒട്ടും ചുളിവില്ലാതെ നല്ലോണം വലിച്ചു പിടിച്ചിട്ട് വേണം താഴെ കെട്ടിക്കൊടുക്കാൻ. ഇത് നല്ലോണം ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് ബാലൻസ് വരുന്ന ത്രെഡ് അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പോഞ്ചിൽ കെട്ടിവെച്ചില്ലേ ആ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പഴത്തിൻ്റെയൊക്കെ എൻഡ് പോർഷനിൽ കണ്ടില്ലേ ഒരു ബ്ലാക്ക് കളർ, അതുപോലെ ചെയ്താൽ മതി. ഇനി ബാലൻസ് വരുന്ന സോക്സിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഫ്ലോറൽ ടേപ്പ്, ഗം ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. അപ്പം നമ്മുടെ പഴവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടുള്ള പാളയം കുടം പഴം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും തല്ലുപിടിക്കാതെ വന്നെടുത്ത് കഴിച്ചോ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ സ്പോഞ്ചും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചപ്പഴവും കുറച്ച് പഴുത്ത പഴവും. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.
See you again.